എന്താ ഇവിടെ രണ്ടുപേരുടെ പരിപാടി? ഇത് വലിയ ആൾക്കാർക്കുള്ള ടോയ്, ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള ടോയ്. അതിനിടയ്ക്ക് നീ ടോയ് ഒക്കെ മേടിച്ചോ? ഇത്രയും ചെറിയ കുട്ടിക്ക് എന്തിനാണ് ഇത്രയും ടോയ്സ്? ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവോ? അവിടെ നിനക്ക് തെറ്റിയത് ഡെവലപ്മെന്റൽ ടോയ്സാ. ഡെവലപ്മെന്റൽ ടോയ്സ് എന്ന് വെച്ചാ നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, അവര് ജനിക്കുന്ന മുതല് അവരുടെ ഓരോ മാസം കഴിയുന്നവരും അവർ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ നോക്കി ചിരിക്കുന്നത്, പിന്നെ അതേപോലെ കൈയൊക്കെ ഇങ്ങനെ ആക്കുന്നത്, നമ്മുടെ മുഖത്തോട്ട് നോക്കുന്നത്, അതെല്ലാം ഓരോരോ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണുകളാണ്. അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ടോയ്സ്, ഇത് ഫ്ലാഷ് കാർഡ്സ് ഒക്കെയാണ്, ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഈ ഇത്തരം ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണുകൾ താമസിച്ചായിരിക്കും വരുന്നത്, ചിലർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ പേരൻസിന് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം ടോയ്സ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നില്ല, ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ ഒരു പീഡിയാട്രിഷനെ കാണിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിപ്പോ എവിടുന്നാ കിട്ടിയത്? ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ B4 Brain എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, ആ പേജ് നമുക്ക് അയച്ചു തന്നതാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? എന്താണ്? ഈ പേജിന്റെ ഫൗണ്ടർ, ഈ ടോയ് ഷോപ്പിന്റെ ഫൗണ്ടർ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനാണ്. ഓ, ഇതിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഈ ചെറിയ ഇത്രയും ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് ഇത്ര വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്കും ഓരോ ടൈപ്പ് ടോയ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏജിനനുസരിച്ചുള്ള ടോയ്സ് അതിൽ കിട്ടും. സർക്കിൾ ഉണ്ട്, സർക്കിൾ സർക്കിൾ. അവ ഫോണൊക്കെ ഒഴിവാക്കി കുഞ്ഞിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്?